പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? ഏത് പാഠഭാഗമാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്? കേരള, ദ ലാൻഡ്, ദ റെയിൻ ആൻഡ് ദി പീപ്പിൾ. കേരളം, മണ്ണും മഴയും മനുഷ്യനും. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്? കേരളത്തിലെ ജനങ്ങൾ അവർക്ക് ആവശ്യമായ ഭക്ഷണത്തിനും വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനും ഒക്കെ വേണ്ടി ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? മറ്റു സ്ഥലങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതേസമയം കേരളത്തിൽ കൃഷി ചെയ്യുന്നതിനാവശ്യമായ എല്ലാ സ്യൂട്ടബിൾ ഫാക്ടേഴ്സും ഉണ്ട്. കൃഷി ചെയ്യുന്നതിനാവശ്യമായ അനുയോജ്യമായ ഘടകങ്ങളെല്ലാം ഉണ്ട്. എങ്കിലും കൃഷി ചെയ്യാതെ കാർഷിക വിഭവങ്ങൾക്ക് വേണ്ടി പഴങ്ങൾക്കും പച്ചക്കറികൾക്കും ഭക്ഷ്യധാന്യങ്ങൾക്കും എല്ലാം മറ്റു സംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളെക്കാളും ഒരുപാട് ഫേവറബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് നമ്മുടെ ഈ കേരളത്തിലുണ്ടെന്ന് നമ്മൾ തമിഴ്നാടുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ മനസ്സിലാക്കി. നല്ല മണ്ണുണ്ട്, നല്ല മഴയുണ്ട്, നല്ല ക്ലൈമറ്റ് ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫിസിയോഗ്രാഫിക് ഡൈവേഴ്സിറ്റിയാണ്. ഭൂമിശാസ്ത്രപരമായ സവിശേഷത അനുസരിച്ച് കേരളത്തെ നമ്മൾ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യുന്നു? 3 ഡിവൈഡ് ചെയ്യുന്നു. വി ക്യാൻ ഡിവൈഡ് കേരളാസ് ഫിസിയോഗ്രാഫി ഇൻറ്റു 3. ഏതൊക്കെയാണ്? ഹൈലാൻഡ്, മിഡ്ലാൻഡ്, ലോലാൻഡ്. ഹൈലാൻഡ് എന്ന് വെച്ചാൽ എന്താണ്? മലനാട്. മിഡ്ലാൻഡ് എന്ന് വെച്ചാൽ ഇടനാട്. ലോലാൻഡ് എന്ന് വെച്ചാൽ തീരപ്രദേശം. ഈ ഓരോ ഭൂമിശാസ്ത്രപരമായ സവിശേഷത അനുസരിച്ചുള്ള പ്രദേശങ്ങളിലെയും കാലാവസ്ഥയും അവിടുത്തെ മണ്ണിനങ്ങളും അവിടെ കൃഷി ചെയ്യുന്ന വിവിധതരം വിളകളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഹൈലാൻഡ്, മിഡ്ലാൻഡ്, ലോലാൻഡ്, ഇവിടെയെല്ലാം കൃഷിക്ക് അനുകൂലമായ ഒരുപാട് ഘടകങ്ങളുണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് കേരളത്തിലെ കാർഷിക രീതികളെക്കുറിച്ച്, കേരളത്തിൻ്റെ കൃഷിയുടെ ഒരു ഹിസ്റ്ററി, പണ്ട് കേരളത്തിലെ കൃഷി എങ്ങനെയായിരുന്നു, ഇപ്പോൾ കേരളത്തിലെ കൃഷി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് താരതമ്യം ചെയ്ത് പഠിക്കാം. അത് നമ്മൾ പേജ് നമ്പർ 38 പേജിൽ പറയുന്നുണ്ട്. എ ലാൻഡ് ദാറ്റ് എംബ്രേസ്ഡ് അഗ്രികൾച്ചർ. കൃഷിയെ നെഞ്ചിലേറ്റിയ നാടായിരുന്നു ഏത്? നമ്മുടെ കൊച്ചു കേരളം. കേരള വാസ് ദ സെൻറ്റർ ഓഫ് ആൻ അഗ്രേറിയൻ കൾച്ചർ. കാർഷിക സംസ്കാരത്തിൻ്റെ നാടായിരുന്നു നമ്മുടെ കേരളം. അതിന് കുറേ തെളിവുകളുണ്ട്. എന്തൊക്കെയാണ്? അവർ ഫെസ്റ്റിവൽസ് ആൻഡ് കസ്റ്റംസ്, നമ്മുടെ ഉത്സവങ്ങളും നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളും ഇതെല്ലാം ഏത് തൊഴിലുമായി ബന്ധപ്പെട്ടതായിരുന്നു? കൃഷിയുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഓണമായാലും വിഷുവായാലും ഇങ്ങനെയുള്ള നമ്മുടെ ഉത്സവങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും എല്ലാം കൃഷി എന്ന് പറയുന്ന തൊഴിലുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഈ കുറേ പഴഞ്ചൊല്ലുകളുണ്ട് കൃഷിയുമായി ബന്ധപ്പെട്ട്. എന്തൊക്കെയാണ്? കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്യം, കുംഭത്തിൽ നട്ടാൽ കുടത്തോളം ചേന, മീനത്തിൽ നട്ടാലോ മീൻകണ്ണിനോളം, തിരിമുറിയാതെ തിരുവാതിര ഞാറ്റുവേല. ഇതൊക്കെ നമ്മുടെ മലയാളത്തിലെ കുറേ പഴഞ്ചൊല്ലുകളാണ്. ഈ പഴഞ്ചൊല്ലുകളുടെയൊക്കെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയാൽ ഇതെല്ലാം ഏത് തൊഴിലുമായി ബന്ധപ്പെട്ടതാണ്? കൃഷിയുമായി ബന്ധപ്പെട്ടാണ്. അന്നേരം പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ കൃഷിക്ക് അത്രയ്ക്കും പ്രാധാന്യമുണ്ടായിരുന്നു. കൃഷിയെ നെഞ്ചിലേറ്റിയ നാടാണ് നമ്മുടെ കൊച്ചു കേരളം. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കളക്ട് പ്രോവർബ്സ് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ ആൻഡ് പ്രിപ്പയർ നോട്ട്സ് ഓൺ ദം. കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ നിങ്ങൾ ശേഖരിച്ചിട്ട് അവയുടെ മീനിങ് എഴുതുക, അതിനെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചേഞ്ചിങ് ലാൻഡ് യൂസ്, ചേഞ്ചിങ് ലൈഫ് സ്റ്റൈൽ. ലാൻഡ് യൂസ് എന്ന് വെച്ചാൽ എന്താണ് മീനിങ്? ഭൂവിനിയോഗം. ഭൂമി നമ്മൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? എന്തിനൊക്കെയാണ് ഭൂമി ഉപയോഗിക്കുന്നത്? അത് പറഞ്ഞോളൂ. വീട് പണിയാനായിട്ട് ഉപയോഗിക്കും, കൃഷിക്കായിട്ട് ഉപയോഗിക്കും, പ്ലേ ഗ്രൗണ്ടിനായിട്ട് ഉപയോഗിക്കും. അതൊരു ഭൂമിക്ക് പലതരം ഉപയോഗമുണ്ട്. നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഭൂവിനിയോഗത്തിൽ ഒരുപാട് മാറ്റം നമ്മുടെ കേരളത്തിൽ വന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കാനായിട്ട് ഒരു ടേബിൾ പേജ് നമ്പർ 38 കൊടുത്തിട്ടുണ്ട്. This table shows variations in the land area of some important crops in Kerala over the past 50 years. കഴിഞ്ഞ 50 വർഷമായിട്ട് കേരളത്തിൽ
ചില പ്രധാനപ്പെട്ട വിളകളുടെ ഭൂവിനിയോഗത്തിൽ വന്ന മാറ്റമാണ് കൊടുത്തിരിക്കുന്നത്. ഏരിയ ഇൻ ലാഖ് ഹെക്ടേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്. ലക്ഷം ഹെക്ടറിൽ കൃഷി എത്ര ഓരോ വിളകളും കൃഷി ചെയ്യുന്നതിൻ്റെ ഏരിയ അവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ കാർഷിക വിളകളാണ് കൊടുത്തിരിക്കുന്നത്? പാഡി മീൻസ് റൈസ്, നെല്ല്, ടപ്പിയോക്ക എന്താണ് മരച്ചീനി, കോക്കനട്ട് തെങ്ങ്, റബ്ബർ അറിയാമല്ലോ. ഇവയെല്ലാം ഉദാഹരണത്തിന് റൈസ് അല്ലെങ്കിൽ പാഡി 1961 7.5 ലാഖ് ഹെക്ടറിലാണ് കൃഷി ചെയ്തിരുന്നത്. 1987 6.04 ലാഖ് ഹെക്ടേഴ്സിലാണ് കൃഷി ചെയ്തിരുന്നത്. 2011 2.08 ലാഖ് ഹെക്ടർ ലാൻഡ് ഏരിയയിലാണ് കൃഷി ചെയ്യുന്നത്. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്? വാട്ട് ഹാപ്പൻ ടു ദ കൾട്ടിവേഷൻ ഓഫ് റൈസ് ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ്? നെല്ലിൻ്റെ കൃഷി ലാഖ് ഹെക്ടർ ഏരിയയിൽ കൂടിയോ കുറഞ്ഞോ? നെൽകൃഷി 1961 1987 2011 എത്തിയപ്പോഴത്തേക്ക് വലിയൊരു കുറവുണ്ടായി. ടപ്പിയോക്കയുടെ കാര്യത്തിൽ നോക്കിയേ, ടപ്പിയോക്കയുടെ കാര്യത്തിലും മരച്ചീനിയുടെ കാര്യത്തിലും മരച്ചീനി കൃഷി ചെയ്യുന്ന ഭൂമിയുടെ അളവ് കുറഞ്ഞു. തെങ്ങിൻ്റെ കാര്യത്തിൽ തെങ്ങ് കൃഷി കൂടി. റബ്ബർ കൃഷി എന്ത് ചെയ്തു? കൂടി. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നമ്മൾ പണ്ട് കാലത്ത് കൃഷി ചെയ്തിരുന്ന പ്രധാനപ്പെട്ട കാർഷിക വിളയായ നെൽകൃഷി കുറയുകയും അതിൻ്റെ സ്ഥാനത്ത് പുതിയതായിട്ട് എന്തുണ്ടായി? റബ്ബർ കൃഷി കൂടുകയും. ഇതിന് കുറേ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഐഡന്റിഫൈ ദ ക്രോപ്പ് ദാറ്റ് റെക്കോർഡഡ് എ റിഡക്ഷൻ ഇൻ ദ ലാൻഡ് ഏരിയ. കൃഷി കുറഞ്ഞ വിള ഏതാണ്? ഇവിടെ അത് ടപ്പിയോക്കയും റൈസും. നെൽകൃഷിയും കുറഞ്ഞു, മരച്ചീനി കൃഷിയും കുറഞ്ഞു. ഐഡന്റിഫൈ ദ ക്രോപ്പ് ഹൂസ് ലാൻഡ് ഏരിയ ഡിക്രീസ് ദ മോസ്റ്റ്. ഏറ്റവും കുറച്ച് ലാൻഡ് ഏരിയയിൽ കൃഷി ചെയ്യുന്ന വിളയായിട്ട് മാറിയത് ഏതാണ്? റൈസ് ആണ്, നെല്ലാണ്. ഐഡന്റിഫൈ ദ ക്രോപ്സ് ഹൂസ് ലാൻഡ് ഏരിയ ഇൻക്രീസ്ഡ്. ഏരിയ കൂടിയ ക്രോപ്സ് ഏതൊക്കെയാണ്? കോക്കനട്ടും റബ്ബറും. അപ്പോൾ മരച്ചീനിയുടെയും നെല്ലിൻ്റെയും കൃഷി കുറയുകയും അതിൻ്റെ സ്ഥാനത്ത് തെങ്ങിൻ്റെയും റബ്ബറിൻ്റെയും കൃഷി കൂടുകയും ചെയ്തു. നമുക്ക് ഭക്ഷണത്തിന് ആവശ്യമായ കാർഷിക വിള ഏതാണ്? റബ്ബറാണോ നെല്ലാണോ? നെല്ലാണ്. പക്ഷേ അതിൻ്റെ ഉൽപാദനം, അത് കൃഷി ചെയ്യുന്ന ഭൂമിയുടെ അളവ് കേരളത്തിൽ കുറഞ്ഞു. പക്ഷെ നമ്മളിപ്പോഴും എന്ത് കഴിക്കുന്നുണ്ട്? ചോറ് കഴിക്കുന്നുണ്ട്. അന്നേരം അതിനാവശ്യമായ ഭക്ഷണ പദാർത്ഥം എവിടുന്നായിരിക്കും? കേരളത്തിലുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നത്. അപ്പോഴും റബ്ബർ വന്നു എന്തിൻ്റെ സ്ഥാനത്ത്? നെല്ലിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ റബ്ബർ കൂടുതൽ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ലാൻഡ് യൂസ് മാറി. നേരത്തെ ലാൻഡ് കൂടുതൽ നെൽകൃഷിക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ, മരച്ചീനി കൃഷിക്ക് വേണ്ടിയായിരുന്നു ഉപയോഗിച്ചിരുന്നെങ്കിൽ, ഇപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് റബ്ബർ കൃഷിക്കും തെങ്ങിൻ്റെ കൃഷിക്കും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇനി വേറെ ഇത് കൂടാതെ ഒരുപാട് മാറ്റങ്ങൾ ലാൻഡ് യൂസിൽ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റെക്ലമേഷൻ ഓഫ് പാഡി ഫീൽഡ്സ് ആൻഡ് പോൺസ് ഫോർ അതർ യൂസസ്. നമ്മുടെ നെൽവയലുകളൊക്കെ ഇപ്പോൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കുളങ്ങളൊക്കെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ്? നെൽവയലുകളൊക്കെ മണ്ണിട്ട് നികത്തുന്നതാണ് റെക്ലമേഷൻ ഓഫ് പാഡി ഫീൽഡ്സ് ആൻഡ് പോൺസ്. കുളങ്ങളും വയലുകളൊക്കെ മണ്ണിട്ട് നികത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പോൺസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ബയോഡൈവേഴ്സിറ്റി ഉള്ള ഒരു ജൈവ വൈവിധ്യമുള്ള ഒരു സ്ഥലമാണ്. എന്തെല്ലാം ജീവജാലങ്ങളാണ് അവിടെ ജീവിക്കുന്നത്. അങ്ങനെയുള്ള ബയോഡൈവേഴ്സിറ്റി ഉള്ള കുളങ്ങളും വയലുകളൊക്കെ മണ്ണിട്ട് നികത്തുന്നത്. എന്തിനാണ് മണ്ണിട്ട് നികത്തുന്നത്? അവിടെ ഫ്ലാറ്റുകൾ പണിയാനും മറ്റ് ബിൽഡിങ്ങുകൾ, ഓഫീസസ് പണിയാനും പ്ലേ ഗ്രൗണ്ട്സിനൊക്കെ ആയിട്ട് നികത്തും. അപ്പോഴും ലാൻഡ് യൂസിൽ മാറ്റം ഉണ്ടായില്ലേ? നേരത്തെ ഇവിടെ പാടി കൾട്ടിവേഷൻ ചെയ്തിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെ നികത്തിയിട്ട് വലിയ ബിൽഡിങ്സ് ഉണ്ടാകും. അതാണ് ചേഞ്ച് ഇൻ ലാൻഡ് യൂസ്. ദെൻ ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ്. നമ്മുടെ കുന്നുകളൊക്കെ ഇടിച്ചു നിരത്തുന്നു. കുന്നുകളിൽ നിന്ന് എടുക്കുന്ന മണ്ണാണ് എവിടെ കൊണ്ടിടുന്നത്? ഈ വയലുകളിലും കുളങ്ങളിലും കൊണ്ട് ഇടുന്നത്. നെക്സ്റ്റ്, അൺസയന്റിഫിക് അഗ്രികൾച്ചറൽ പ്രാക്ടീസ് അലോങ് ദി ഹിൽ സ്ലോപ്സ്. കുന്നിൻ ചരിവുകളിൽ അൺസയന്റിഫിക് ആയുള്ള അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്, അശാസ്ത്രീയമായ കാർഷിക രീതികൾ കൊണ്ടുവരുന്നു. ഹൗ നൗ ബിക്കം വൈഡ് സ്പ്രെഡ് ഇൻ കേരള. നമ്മുടെ വയലുകളും കുളങ്ങളും റെക്ലമേഷൻ ചെയ്യുന്നു, നികത്തുന്നു, കുന്നുകൾ ഇടിച്ചു നിരത്തുന്നു. പിന്നീട് കുന്നിൻ ചരിവുകളിൽ അശാസ്ത്രീയമായ കൃഷി രീതികൾ, ഇതെല്ലാം
ലാൻഡ് യൂസിൽ മാറ്റങ്ങളുണ്ട്. നമുക്കറിയാം അടുത്തിടയ്ക്കായിട്ട് നമ്മുടെ കേരളം അഭിമുഖീകരിച്ച കുറേ പ്രശ്നങ്ങളാണ്. വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ. ഇതിനൊക്കെ ഒരു കാരണമാണ് ഇതൊക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. നമ്മുടെ വയലുകൾ നികത്തുകയും കുളങ്ങൾ നികത്തുകയും കുന്നുകൾ ഇടിച്ചു നിരത്തുകയും കുന്നിൻ ചരിവുകളിൽ അശാസ്ത്രീയമായ കൃഷി രീതികളൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഈ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ എന്ത് മനസ്സിലായി? ലാൻഡ് യൂസിൽ മാറ്റം ഉണ്ടായി. മനസ്സിലായോ? നേരത്തെ കൃഷി ചെയ്തിരുന്ന വിളകളല്ല ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ലാൻഡെല്ലാം ഇപ്പോൾ എന്ത് ചെയ്തു? ഡിസപ്പിയർ ആയി. അതെല്ലാം നികത്തി അവിടെ ബിൽഡിങ്ങുകളും ഫ്ലാറ്റുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ഇനി ലാൻഡ് യൂസിൽ മാറ്റം ഉണ്ടായപ്പോഴത്തെ എന്തിലും മാറ്റം ഉണ്ടായെന്ന് അറിയാമോ? ലൈഫ് സ്റ്റൈലിലും മാറ്റമുണ്ടായി. ലൈഫ് സ്റ്റൈൽ മീൻസ് ജീവിത ശൈലിയിൽ മാറ്റമുണ്ട്. പണ്ടത്തെ നമ്മുടെ ആൾക്കാരൊക്കെ പ്രധാനമായിട്ട് ചെയ്തിരുന്ന ജോലി എന്തായിരുന്നു? കൃഷിയായിരുന്നു. ഇപ്പോഴോ ന്യൂ എംപ്ലോയ്മെന്റ് എറീനാസ് ഡെവലപ്ഡ്. പുതിയ പുതിയ ജോലികളാണ് ആളുകൾ ചെയ്യുന്നത്. ആളുകൾക്ക് കൃഷിയിലേക്കുള്ള താല്പര്യം കുറഞ്ഞു വരുന്നു. അതിന് കാരണം എന്താണെന്ന് പറയുന്നത് അറിയുമോ? കൃഷിയിൽ നിന്നുള്ള വരുമാനം എന്ത് ചെയ്തു? കുറഞ്ഞു കൊണ്ടുവന്നു. അതുകൊണ്ട് ആളുകൾ കൃഷി എന്ത് ചെയ്തു? നെഗ്ലക്റ്റ് ചെയ്തു. അങ്ങനെ പെതുക്കെ നമ്മുടെ ആളുകൾ കൃഷിയിൽ നിന്ന് മാറി പുതിയ ഒരുപാട് ജോലികൾ സാധ്യതകളുണ്ടല്ലോ. ഡോക്ടർമാരും എഞ്ചിനീയർമാരും പിന്നെ എക്സിക്യൂട്ടീവ്സുകളൊക്കെ മാറി. അങ്ങനെ മാറിയപ്പോഴത്തേക്ക് ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് അറിയാമോ? കൃഷി ചെയ്യുന്നതിന് ഒരുപാട് ഫിസിക്കൽ എക്സേർഷൻ ആവശ്യമാണ്. കായിക അധ്വാനം ആവശ്യമാണ്. നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റേണ്ടത്? കൃഷി ചെയ്യേണ്ടത്. പക്ഷെ വേറെ ജോലികൾക്ക് അത്രയും എന്ത് ആവശ്യമില്ല? കായിക അധ്വാനം ആവശ്യമില്ല. ദാറ്റ് ലെഡ് ടു ദി ലൈഫ് സ്റ്റൈൽ ഓഫ് ദി പീപ്പിൾ. അത് ആളുകളുടെ ജീവിത രീതിയിൽ ഒരുപാട് മാറ്റം ഉണ്ടായി. എന്നാൽ ആളുകളുടെ ശരീരം ഒന്നും അനങ്ങാതിരുന്ന് ജോലികൾ ചെയ്തപ്പോഴത്തേക്ക് ആളുകൾക്ക് ഒരുപാട് പുതിയ തരത്തിലുള്ള അസുഖങ്ങളുണ്ടായി. അതിന് പറയുന്ന പേരാണ് ന്യൂ ജനറേഷൻ ഡിസീസസ്. പുതുതലമുറ രോഗങ്ങൾ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. കേട്ടിട്ടുണ്ടോ? ന്യൂ ജനറേഷൻ ഡിസീസസ് ഓർ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. പുതുതലമുറ രോഗങ്ങൾ അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ. ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള കാരണം മനസ്സിലായോ? ആളുകളുടെ ജീവിതശൈലിയിൽ മാറ്റമുണ്ടായി. നേരത്തെ കൃഷി ചെയ്തിരുന്ന ആളുകൾ ഇപ്പോൾ കൃഷി ചെയ്യുന്നില്ല. കായിക അധ്വാനമില്ല, എക്സസൈസ് ഇല്ല. അപ്പോൾ ആളുകളിൽ നിന്നുണ്ടായി നേരത്തെ ഇല്ലാതിരുന്ന പുതിയ രോഗങ്ങൾ ഉണ്ടാവാനായിട്ട്. എന്തൊക്കെയാണ് പുതിയ രോഗങ്ങൾ എന്നറിയാമോ? ഹൈപ്പർ ടെൻഷൻ, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം എന്ന് പറയും. മറ്റൊന്നാണ് ഹാർട്ട് ഡിസീസ്, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഓക്കെ. ദെൻ ഡയബറ്റിസ്, പ്രമേഹം. അന്നേരം ഈ ഡയബറ്റിസും ഹാർട്ട് ഡിസീസും ഹൈപ്പർ ടെൻഷനൊക്കെ എങ്ങനെയുള്ള രോഗങ്ങളാണ്? ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ഡിസീസസ് ആണ്. അന്നേരം ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ഡിസീസസ് ഉണ്ടാകാനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമ്മുടെ കേരളം ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലമാണ് വേസ്റ്റ് ഡിസ്പോസൽ. എന്താണ് വേസ്റ്റ് ഡിസ്പോസൽ? മാലിന്യ സംസ്കരണം. നമ്മൾ എവിടെ പോയാലും നമുക്ക് എന്ത് കാണാൻ പറ്റും? റോഡിൻ്റെ സൈഡിലെല്ലാം ഇഷ്ടംപോലെ മാലിന്യ കൂമ്പാരങ്ങൾ ഇട്ടിരിക്കുന്നത് കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ മാലിന്യങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? റൂറൽ ഏരിയയിലാണോ അർബൻ ഏരിയയിലാണോ? ഗ്രാമപ്രദേശങ്ങളിലാണോ പട്ടണ പ്രദേശങ്ങളിലാണോ? ഏറ്റവും കൂടുതൽ മാലിന്യങ്ങൾ നമ്മൾ കാണുന്നത് എവിടെയാണ്? ഏത് ഏരിയയിലാണ്? അർബൻ ഏരിയസ് ആണ്. നമ്മൾ പറയില്ലേ കൊച്ചി എത്തി എന്ന് വെച്ചാൽ കൊച്ചി എന്ന് പറഞ്ഞ ഒരു പട്ടണ പ്രദേശം. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് മാലിന്യത്തിൻ്റെ ആ ഒരു ദുർഗന്ധം കാണുമ്പോഴേ അവൾ പറയുന്നത് കൊച്ചി എത്തി എന്ന് പറയുന്നത്. പക്ഷേ മാലിന്യം എവിടെയുണ്ട്? ആ ഗ്രാമപ്രദേശങ്ങളിലും ഉണ്ടെന്നാലും നമ്മുടെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് വേസ്റ്റ് ഡിസ്പോസൽ. നമുക്ക് വേസ്റ്റ് എങ്ങനെ ഡിസ്പോസ് ചെയ്യാൻ പറ്റും? രണ്ട് തരം മാലിന്യങ്ങളുണ്ട്. അതൊക്കെയാണ് ബയോഡീഗ്രേഡബിൾ വേസ്റ്റും ഉണ്ട്, നോൺ ബയോഡീഗ്രേഡബിൾ വേസ്റ്റും ഉണ്ട്. ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് എന്ന് വെച്ചാൽ അഴുകുന്ന മാലിന്യവും നോൺ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് എന്ന് വെച്ചാൽ അഴുകാത്ത മാലിന്യം. ഈ അഴുകുന്ന മാലിന്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഴുകുന്ന മാലിന്യങ്ങളെ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും? പലതരത്തിലുള്ള നല്ല വളങ്ങളാക്കി അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സ് ആക്കി മാറ്റാനായിട്ട് പറ്റും. നമുക്ക് ഈ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് എന്തുണ്ടാക്കാം? വെർമി കമ്പോസ്റ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് നമ്മുടെ വീട്ടിലെ പച്ചക്കറികൾക്കും മറ്റ് കാർഷിക വിളകൾക്കും ഒക്കെ വളമായിട്ട് ഇടാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാം? ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാം. ബയോഗ്യാസ് ഉപയോഗിച്ച് നമ്മൾ വീട്ടിൽ കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണെന്ത്? വേസ്റ്റ് ഡിസ്പോസൽ. അത് നമ്മൾ കുറയ്ക്കണം. അത് കുറയ്ക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ വേസ്റ്റിനെ സെപ്പറേറ്റ് ചെയ്യണം.
ബയോഡീഗ്രേഡബിൾ ആയിട്ടും നോൺ ബയോഡീഗ്രേഡബിൾ ആയിട്ടും നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. ബയോഡീഗ്രേഡബിൾ നമുക്ക് ഫെർട്ടിലൈസേഴ്സ് ആക്കി മാറ്റാം, വെർമി കമ്പോസ്റ്റ് ഒക്കെ ആക്കി മാറ്റാം, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാം, നമുക്ക് ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 43 മോഡേൺ അഗ്രികൾച്ചറൽ ടെക്നിക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഗ്രീൻ ഹൗസ് ഫാമിങ്, പ്രിസിഷൻ ഫാമിങ്, ഫെർട്ടിഗേഷനെ കുറിച്ചൊക്കെ പറയുന്നത് നിങ്ങൾ വായിച്ച് പഠിക്കുക. ഇനി ഈ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ഗവൺമെൻറ് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കുറേ സ്ഥാപനങ്ങളുണ്ട്. ഒരു സ്ഥാപനമാണെന്ത് VFPCK എന്നാണ്. VFPCK എന്നാണ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ. നമ്മുടെ സംസ്ഥാനത്ത് പച്ചക്കറിയുടെയും പഴങ്ങളുടെയും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ഥാപനമാണെന്ത് VFPCK അല്ലെങ്കിൽ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ. മറ്റൊന്നാണ് ഈ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ. ഓക്കെ, അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? പഴങ്ങളും പച്ചക്കറികളും സുഗന്ധവിളകളും കുമിളും അല്ലെങ്കിൽ ഔഷധ സസ്യങ്ങളും ഒക്കെ അതിൻ്റെ കൃഷി പ്രോത്സാഹിപ്പിക്കുക. പ്രൊമോഷൻ ഓഫ് ബീ കീപ്പിംഗ് എന്ന് വെച്ചാൽ എന്താണ്? തേനീച്ച വളർത്തൽ. ഇനി മറ്റൊരു ഏജൻസിയാണ് കുടുംബശ്രീ. കുടുംബശ്രീ മുഖേനയും ഗവൺമെൻറ് കൃഷിയെ പ്രൊമോട്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരുപാട് പദ്ധതികൾ ആവശ്യത്തിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? VFPCK വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് കേരള, ദെൻ ദ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ, ദെൻ കുടുംബശ്രീ. ഇനി നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായല്ലേ? നമ്മുടെ നാട്ടിൽ കൃഷി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൃഷി കുറയുന്നതിനനുസരിച്ച് നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നു. മറ്റുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിച്ചിട്ട് നമ്മൾ വിഷം അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങി കഴിക്കുന്നു. ഇതിനൊരു മാറ്റം വരണ്ടേ? മാറ്റം വരാനായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ നാം എന്താക്കി മാറ്റണം? ഗ്രീൻ കേരളയാക്കി മാറ്റണം, അല്ലെങ്കിൽ ഹരിത കേരളമാക്കി മാറ്റണം. നമ്മൾ വീട്ടിൽ എന്ത് ചെയ്യണം? കൃഷി ചെയ്യാനായിട്ട് ആരംഭിക്കണം. വീട്ടിൽ പച്ചക്കറി തോട്ടങ്ങൾ ഉണ്ടാക്കണം. അതുപോലെയുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൃഷിയൊക്കെ ചെയ്ത് വീട്ടിൽ ആവശ്യമായ പച്ചക്കറികൾ വീട്ടിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുക. സ്കൂളിലാണെങ്കിലും സ്കൂളിൽ നമുക്ക് നൂൺ മീൽ പ്രോഗ്രാമൊക്കെ ഇല്ലേ, അതിനാവശ്യമായ പച്ചക്കറികളൊക്കെ സ്കൂളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? കൾട്ടിവേറ്റ് ചെയ്യാം. അങ്ങനെ കൾട്ടിവേറ്റ് ചെയ്താൽ നമുക്ക് നല്ല ആഹാരം കഴിക്കാൻ പറ്റും. ജീവിതശൈലി രോഗങ്ങളെയൊക്കെ നമുക്ക് ഇല്ലാതാക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ പ്രധാനമായിട്ടും നമ്മുടെ സംസ്ഥാനത്തെ കൃഷിയുടെ ഒരു ചരിത്രം പഠിച്ചു. പണ്ട് ഒരുപാട് കൃഷിയുള്ള സ്ഥലമായിരുന്നു, പക്ഷെ ഇന്നത് കുറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ലാൻഡ് യൂസിൽ മാറ്റം ഉണ്ടായി, ലൈഫ് സ്റ്റൈലിൽ മാറ്റം ഉണ്ടായി, ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടി. വേസ്റ്റ് ഡിസ്പോസൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്, അത് നമ്മൾ പരിഹരിക്കണം. പിന്നെ അതുപോലെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഏജൻസീസ് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ഒരുപാട് ഗവൺമെൻറ് ഏജൻസീസ് ഉണ്ട്, അവയൊക്കെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നു. പിന്നീട് നമ്മുടെ കേരളത്തിൽ നമ്മൾ എന്താക്കി മാറ്റണം? ഒരു ഗ്രീൻ കേരളയാക്കി മാറ്റണം, അല്ലെങ്കിൽ ഹരിത കേരളമാക്കി മാറ്റണം. അതിനായിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മുടെ കുട്ടികളെല്ലാം ആരായി മാറണം? കുട്ടി കർഷകരായി മാറി നമ്മുടെ സംസ്ഥാനത്ത് എന്ത് കൊണ്ടുവരണം? പഴയ കാർഷിക സംസ്കാരം കൊണ്ടുവരണം. ഓക്കെ, ടെക്സ്റ്റൊക്കെ നന്നായി വായിക്കുക, ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യുക, സേഫായിട്ടിരിക്കുക. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, ബൈ, താങ്ക് യു.